കോഴിക്കോട് പുതുമണ്ണാച്ചാലയിൽ പുലിയോട് സാദൃശ്യമുള്ള ജീവിയെ കണ്ടതായി കുട്ടികൾ പറഞ്ഞു. കുട്ടികൾ പകർത്തിയ വീഡിയോയിൽ ജീവി പതിഞ്ഞിട്ടുണ്ട്. കുട്ടികൾ ബഹളം വെച്ചതോടെ ജീവി കുറ്റിക്കാട്ടിലേക്ക് കയറിപ്പോയി. കൂടുതൽ പരിശോധനയ്ക്കായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലത്തെത്തും. വിവരങ്ങളുമായി ദിസ്ന സുരേഷ്. ദിസ്ന, കുട്ടികൾ പകർത്തിയ വീഡിയോയാണ്. പുലിയോട് സാദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് തന്നെ എത്തുമോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, കോഴിക്കോട് പുതുമണ്ണച്ചാലയിൽ ഇന്നലെ വൈകുന്നേരം 6:30 കൂടിയാണ് ഇത്തരത്തിലൊരു ഭീതി ജനിപ്പിക്കുന്ന സംഭവം ഉണ്ടായത്. നെല്ലിയോട്ട് കണ്ടിത്താഴ വയലിലാണ് പുലിയോട് സാദൃശ്യമുള്ള ഒരു ജീവിയെ കണ്ടത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പുലിയോട് സാദൃശ്യമുള്ള ഒരു ജീവി തന്നെയാണ് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഈ കുട്ടികൾ എത്തിയിരിക്കുന്നത്. ഈ ജീവിയെ കണ്ടപ്പോൾ തന്നെ കുട്ടികൾ പരിഭ്രാന്തരായി. ഉടൻ തന്നെ അവർ ഈ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. പിന്നീട് നാട്ടുകാരൊക്കെ ഓടിക്കൂടുകയും അതേ തുടർന്ന് ഈ പുലി കുറ്റിക്കാട്ടിലേക്ക് കയറിപ്പോയി എന്നതാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. രാത്രി 8:30 സമീപത്തുള്ള വീടിന്റെ പുറത്ത് നിന്ന് ഇത്തരത്തിൽ എന്തോ പുലിയോട് സാദൃശ്യമുള്ള ജീവിയുടെ ശബ്ദം കേട്ടതായൊക്കെ തന്നെ ഈ നാട്ടുകാർ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രദേശത്ത് കാട്ടുപൂച്ച അടക്കമുള്ള ജീവികളുടെ ഒരു സാന്നിധ്യം വലിയ രീതിയിൽ ഉണ്ട് എന്നും വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വനംവകുപ്പ് അധികൃതർ ഉടൻ സ്ഥലത്തെത്തി ഇവിടെ പരിശോധന നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് വലിയൊരു കാടുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മുൻപൊക്കെ തന്നെ കൃഷിയിടത്തിൽ ഇത്തരത്തിലുള്ള ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ജീവി ഏതെന്ന് എന്നതിന് വലിയൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ദൃശ്യങ്ങളിലും അത് വ്യക്തമാകുന്നില്ല. എന്തായാലും നാട്ടുകാർക്കൊക്കെ തന്നെ വലിയൊരു ജാഗ്രതാ നിർദ്ദേശമാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ ഒക്കെ തന്നെയും സൂക്ഷിച്ചു പുറത്തിറങ്ങുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെയും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ ഉടൻ വനംവകുപ്പിനെ വിവരം അറിയിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ വനംവകുപ്പ് അവിടെ എത്തി പരിശോധന നടത്തുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ലക്ഷ്മി, ശരി.